ഹലോ എവ്രി വൺ, വെൽക്കം ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഇന്ന് ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയാണ് കോവിഡ്-19 ക്യൂർ ചെയ്യുന്നതിനായിട്ടുള്ള മെഡിസിൻസ്, വാക്സിൻസ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിനായിട്ടുള്ള നിരവധി ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഷീൽഡ്, കോവാക്സിൻ, സ്പുട്നിക് വി വാക്സിൻ ഇതെല്ലാം അത്തരത്തിലുള്ള ഗവേഷണങ്ങളുടെ ഫലമാണ്. മുൻപുണ്ടായിരുന്നതോ പുതുതായി ഒറിജിൻ ചെയ്യുന്നതോ ആയ ഏതെങ്കിലും ഒരു ഡിസീസ്, ആ ഡിസീസ് ക്യൂർ ചെയ്യുന്നതിനായുള്ള മെഡിസിൻസ് കണ്ടുപിടിക്കുക. അത് ചിലപ്പോൾ പ്ലാന്റ് ഒറിജിൻ ആയിരിക്കാം, ആനിമൽ ഒറിജിൻ ആയിരിക്കാം, അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ് ആയിരിക്കാം. മനുഷ്യരിലോട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ആ ഡ്രഗിനെ ഒരു ഫോമുലേഷൻ ആക്കി മാറ്റുക, പാർശ്വഫലങ്ങൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ മെഡിസിൻ മനുഷ്യന് അവൈലബിൾ ആകുന്ന രീതിയിൽ മാർക്കറ്റിലോട്ട് എത്തിക്കുക. ഇങ്ങനെയുള്ള എല്ലാ ഏരിയകളിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് ഫാർമസിസ്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ ഇൻ്റഗ്രൽ പാർട്ടാണ് ഫാർമസിസ്റ്റ് എന്ന് പറയാം. മെഡിസിനൽ ഡ്രഗ്സിൻ്റെ റിസർച്ച്, മാനുഫാക്ചറിങ്, മെഡിക്കേഷൻസ് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുക, അങ്ങനെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിക്ക് ഒരു ഫാർമസിസ്റ്റ് നൽകുന്ന കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. നിങ്ങൾക്കൊരു ഫാർമസിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഏറ്റവും നല്ല കോഴ്സ് ഏതാണ്? അതിനുള്ളൊരു ഉത്തരവുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ബി-ഫാം. നമുക്കറിയാം, നമ്മുടെ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ ഒരു പാർട്ടാണ് ഫാർമസി സെക്ടർ. ഈ ഫാർമസി സെക്ടറിലോട്ട് എൻ്റർ ചെയ്യുന്നതിനുള്ള ഗേറ്റ് വേ ആണ് ബി-ഫാം കോഴ്സ്. ഇനി ഞാൻ വിശദമായി സംസാരിക്കാൻ പോകുന്നത് ബി-ഫാം കോഴ്സിനെ കുറിച്ചാണ്. ബി-ഫാം കോഴ്സിൻ്റെ കോർ സബ്ജക്റ്റ് 4 എണ്ണമാണുള്ളത്. ഫാർമസ്യൂട്ടിക്സ്, ഫാർമക്കോളജി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമക്കോഗ്നസി. ഈ 4 സബ്ജക്ട്സ് ആണ് ബി-ഫാമിൻ്റെ കോർ സബ്ജക്ട്സ് എന്നറിയപ്പെടുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, ഹോസ്പിറ്റൽ ഫാർമസി, അക്കാഡമിക്സ്, റെഗുലേറ്ററി അഫെയർസ്, ക്ലിനിക്കൽ റിസർച്ച്, ഡ്രഗ് ഡിസ്കവറി ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇത്തരത്തിലുള്ള എല്ലാ ഫീൽഡിലോട്ടും സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ 4 വർഷത്തെ ഫാർമസി കോഴ്സിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം. ബി-ഫാം 4 വർഷത്തെ കോഴ്സാണ്, അതായത് 8 സെമസ്റ്ററാണ് അതിനകത്തുള്ളത്. ബി-ഫാം ഒരു ക്രെഡിറ്റ് ബേസ്ഡ് സെമസ്റ്റർ സിസ്റ്റമാണ്. ബി-ഫാം കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അക്കാഡമിക് വർക്ക്സ്, അതായത് അവരുടെ തിയറി ക്ലാസ്സസ്, ട്യൂട്ടോറിയൽ അവേഴ്സ്, പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഇതെല്ലാം ക്രെഡിറ്റ് പോയിന്റ്സ് ആയി മെഷർ ചെയ്യുന്നുണ്ട്. ഇത് ബി-ഫാം കോഴ്സിനകത്ത് തിയറി ആൻഡ് പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. തിയറിയിൽ തന്നെ ലെക്ചർ അവേഴ്സും ട്യൂട്ടോറിയൽ അവേഴ്സും ഉണ്ടായിരിക്കും. പ്രാക്ടിക്കൽ ക്ലാസ്സസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലബോറട്ടറിയിൽ ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ ബി-ഫാം കോഴ്സിനകത്ത് തിയറി ആൻഡ് പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഓരോ സെമസ്റ്ററിലും ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും തിയറി, പ്രാക്ടിക്കൽ ക്ലാസ്സസിലുള്ള വർക്കുകൾ, അക്കാഡമിക് വർക്ക്സ്, അവരുടെ അറ്റൻഡൻസ് അതെല്ലാം അതത് സബ്ജക്റ്റ് ടീച്ചേഴ്സ് നോട്ട് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ക്രെഡിറ്റ് പോയിന്റ്സ് അവർക്ക് നൽകുകയും ചെയ്യും. ഇനി ഞാൻ ഓരോ സെമസ്റ്ററിലും ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളതെന്ന് പറയാം. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് പറയുന്നത്. ബി-ഫാം ഫസ്റ്റ് സെമസ്റ്റർ മാത്രം ഇച്ചിരി ഡീറ്റെയിൽ ആയി പറയാം. ബി-ഫാം ഫസ്റ്റ് സെമസ്റ്റർ തിയറിക്കകത്ത് പഠിക്കാനുള്ളത് 7 സബ്ജക്ട്സ് ആണ്. അതിനകത്ത് ആദ്യത്തെ 4 എണ്ണം യൂണിവേഴ്സിറ്റി എക്സാംസ് ആണ്. പിന്നീട് പറയുന്ന 3 എണ്ണം നോൺ യൂണിവേഴ്സിറ്റി എക്സാംസ് ആണ്. നോൺ യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് എക്സ്പേർട്സ് ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. എക്സാം കണ്ടക്ട് ചെയ്ത് പേപ്പർ ഇവാലുവേറ്റ് ചെയ്ത് ആ മാർക്ക് യൂണിവേഴ്സിറ്റിയിലോട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി 1, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് 1, ഫാർമസ്യൂട്ടിക്സ് 1, ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, റെമഡിയൽ ബയോളജി, റെമഡിയൽ മാത്തമാറ്റിക്സ്. ഇതാണ് ഫസ്റ്റ് സെമസ്റ്റർ തിയറി സബ്ജക്ട്സ്. ഹയർ സെക്കൻഡറി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി ബി-ഫാം ഫസ്റ്റ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് റെമഡിയൽ ബയോളജി കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം ഹയർ സെക്കൻഡറി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ റെമഡിയൽ മാത്തമാറ്റിക്സ് കൂടെ പഠിക്കണം. അപ്പോൾ ഇതാണ് തിയറി സബ്ജക്ട്സ്. ഇനി ബി-ഫാം ഫസ്റ്റ് സെമസ്റ്റർ പ്രാക്ടിക്കൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൊത്തം 6 പ്രാക്ടിക്കൽസ് ആണുള്ളത്. അതിനകത്ത് ആദ്യത്തെ 4 എണ്ണം യൂണിവേഴ്സിറ്റി പ്രാക്ടിക്കൽ എക്സാംസ് ആണ്. പിന്നീടുള്ള 2 എണ്ണം നോൺ യൂണിവേഴ്സിറ്റി എക്സാംസ് ആണ്. ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് 1, ഫാർമസ്യൂട്ടിക്സ് 1, ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രി. ഈ 4 എണ്ണമാണ് യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന പ്രാക്ടിക്കൽ എക്സാമിൻ്റെ വിഭാഗത്തിൽ പെടുന്നത്.
അതേസമയം കമ്മ്യൂണിക്കേഷൻ സ്കില്ലും റെമഡിയൽ ബയോളജിയും സബ്ജക്റ്റ് എക്സ്പേർട്സ് ആണ് ഈ 2 സബ്ജക്റ്റിൻ്റെയും പ്രാക്ടിക്കൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്തുള്ള വാരിയസ് ഓർഗൻസ്, ഈ ഓർഗൻസിൻ്റെ മോർഫോളജി, സ്ട്രക്ചർ, അതിൻ്റെ ഫങ്ഷൻ, വാരിയസ് ടിഷ്യൂസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സിസ്റ്റംസ്, നെർവസ് സിസ്റ്റം, സ്കെലിറ്റൽ സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സിസ്റ്റംസ്, അതിനകത്ത് വരുന്ന ഓർഗൻസ്, അതിൻ്റെയൊക്കെ ഫങ്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജിക്കകത്ത് പഠിക്കാനുള്ളത്. ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ലാബിനകത്ത് നിങ്ങൾക്ക് മൈക്രോസ്കോപ്പ് പരിചയപ്പെടുത്തും. മൈക്രോസ്കോപ്പിക് സ്റ്റഡീസ് ഉണ്ടായിരിക്കും, ടിഷ്യൂസിൻ്റെ മൈക്രോസ്കോപ്പിക് സ്റ്റഡീസ്, ബോൺസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടായിരിക്കും, ബ്ലീഡിംഗ് ടൈം, ക്ലോട്ടിംഗ് ടൈം ഡിറ്റർമിൻ ചെയ്യുക, പൾസ് റേറ്റ്, ഹാർട്ട് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുക, WBC, RBC അതിൻ്റെയൊക്കെ എന്യൂമറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ലാബിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത സബ്ജക്റ്റ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ആണ്. അനലിറ്റിക്കൽ കെമിസ്ട്രി ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ അനാലിസിസ് ഓഫ് ഡ്രഗ്സ്. ഇതാണ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിൻ്റെ ഫണ്ടമെൻ്റൽ പാർട്ടായി വരുന്നത്. ഇനി തിയറി കോഴ്സിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് അനലിറ്റിക്കൽ ടെക്നിക്സ്, കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡ്സ്, ഡിഫറെൻറ്റ് ടൈട്രേഷൻസ്, ആസിഡ് ബേസ് ടൈട്രേഷൻ, നോൺ അക്വസ് ടൈട്രേഷൻ, precipitation titration, complexometric titration, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈട്രേഷൻസ്, ഇലക്ട്രോകെമിക്കൽ മെത്തേഡ്സ്, പൊട്ടൻഷ്യോമെട്രി, കണ്ടക്ടോമെട്രി ആൻഡ് പൊളാരോഗ്രാഫി, ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് ഇലക്ട്രോകെമിക്കൽ മെത്തേഡ്സ്, ഇതൊക്കെയാണ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിൻ്റെ തിയറി പാർട്ടിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിൻ്റെ പ്രാക്ടിക്കൽ പാർട്ടിൽ ലിമിറ്റ് ടെസ്റ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഡിഫറെൻറ്റ് മോളാർ ആൻഡ് നോർമൽ സൊല്യൂഷൻസ് അസേ ചെയ്യാനുണ്ടായിരിക്കും. ഇലക്ട്രോ അനലിറ്റിക്കൽ മെത്തേഡ്സ് വഴി നോർമാലിറ്റി ഡിറ്റർമിൻ ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിൻ്റെ പ്രാക്ടിക്കൽ പാർട്ടിനകത്ത് വരുന്നത്. അടുത്ത സബ്ജക്റ്റ് ഫാർമസ്യൂട്ടിക്സ് 1 ആണ്. ഫാർമസ്യൂട്ടിക്സ് 1-നകത്ത് കൺവെൻഷണൽ ഡോസേജ് ഫോംസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതായത് ഫാർമസ്യൂട്ടിക്കൽ പൗഡേഴ്സ്, ലിക്വിഡ് ഡോസേജ് ഫോംസ്, ലിക്വിഡ് ഡോസേജ് ഫോംസിനകത്ത് തന്നെ മോണോഫേസിക് ആൻഡ് ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോംസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. മോണോഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോംസ് എന്ന് പറയുമ്പോൾ ഗാർഗിൾസ്, മൗത്ത് വാഷ്, ത്രോട്ട് പെയിൻ, ലിനിമെൻ, ഇയർ ഡ്രോപ്സ്, നെയ്സൽ ഡ്രോപ്സ്, ലിങ്ടസ്, അങ്ങനെയുള്ള പ്രിപ്പറേഷൻസിനെ കുറിച്ച്. ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോംസ് എന്ന് പറയുമ്പോൾ സസ്പെൻഷൻ, എമൽഷൻ പോലെയുള്ള ഫോർമുലേഷൻസ്. പിന്നീട് വരുന്നത് സപ്പോസിറ്ററീസിൻ്റെ പ്രിപ്പറേഷൻസ് പഠിക്കാനുണ്ട്. ഇങ്ങനെയുള്ള കൺവെൻഷണൽ ഡോസേജ് ഫോംസിൻ്റെ ബേസിക്സ്, അതിൻ്റെ പ്രിപ്പറേഷൻ, ഇതെല്ലാം ഫാർമസ്യൂട്ടിക്സ് 1-നകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അതുകൂടാതെ ഒരു പ്രിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഫാർമസ്യൂട്ടിക്കൽ കാൽക്കുലേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഈ വക കാര്യങ്ങളൊക്കെയാണ് ഫാർമസ്യൂട്ടിക്സ് 1-നകത്ത് തിയറി പാർട്ടിൽ പഠിക്കാനുള്ളത്. ഇനി ഫാർമസ്യൂട്ടിക്സ് 1-ൻ്റെ പ്രാക്ടിക്കൽ പാർട്ടിലോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ കൺവെൻഷണൽ ഡോസേജ് ഫോംസിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻസ് പഠിക്കുന്നുണ്ട്. ഇനി അടുത്ത സബ്ജക്റ്റ് ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രിയാണ്. ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെ കുറിച്ചും ഫാർമസ്യൂട്ടിക്കൽസിനെ കുറിച്ചുമുള്ള സ്റ്റഡിയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രിക്കകത്തുള്ളത്. അതായത് ഇനോർഗാനിക് കോമ്പൗണ്ട്സിലും ഫാർമസ്യൂട്ടിക്കൽസിലുമുള്ള ഇമ്പ്യൂരിറ്റീസ്, ഈ ഇമ്പ്യൂരിറ്റീസിൻ്റെ സോഴ്സിനെ കുറിച്ച്, എങ്ങനെയാണ് ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. കൂടാതെ ഇനോർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ ഇമ്പോർട്ടൻസ് കൂടെ പഠിക്കുന്നുണ്ട്. ആസിഡ്സ്, ബേസസ്, ബഫേഴ്സ്, ഇലക്ട്രോലൈറ്റ്സ്, ദന്തൽ പ്രൊഡക്ട്സ്, അസിഡിഫയർ, അന്റാസിഡ്, കഥാട്ടിക്, പോയിസൺ ആൻഡ് ആൻറ്റിഡോട്ട്, ആസ്ട്രിഞ്ചൻ, എക്സ്പെക്ടോറൻ, റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ്, ഇതിനെക്കുറിച്ചെല്ലാം ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രിക്കകത്ത് പഠിക്കുന്നുണ്ട്. ഇനി ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ പാർട്ടിലോട്ട് വരുമ്പോൾ ഇവിടെയും നമ്മൾ ലിമിറ്റ് ടെസ്റ്റ് പഠിക്കുന്നുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ്, ടെസ്റ്റ് ഫോർ പ്യൂരിറ്റി, ഇനോർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ലാബിനകത്ത് വരുന്നത്. അടുത്ത സബ്ജക്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഒരു ഫാർമസിസ്റ്റിന് പ്രൊഫഷണൽ ലൈഫിൻ്റെ ഭാഗമായി നിരവധി പേരോട് സംവദിക്കേണ്ടി വരാറുണ്ട്. ഡോക്ടേഴ്സ്, നഴ്സസ്, ഫിസിയോതെറാപ്പിസ്റ്റ്, അങ്ങനെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ള നിരവധി പേരുമായി സംസാരിക്കേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കമ്മ്യൂണിക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്.
കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക, ടീം മാനേജ്മെൻറ്റ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇൻ്റർവ്യൂ സ്കിൽ, ഈ പറയുന്ന ഏരിയകളിലെല്ലാം അവരുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് റെമഡിയൽ ബയോളജിയാണ്. ഹയർ സെക്കൻഡറി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി ബിഫാം കോഴ്സിന് വരുന്ന സമയത്ത് ഫസ്റ്റ് സെമസ്റ്ററിൽ റെമഡിയൽ ബയോളജി എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം ഹയർ സെക്കൻഡറി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ റെമഡിയൽ മാത്തമാറ്റിക്സ് ആണ് പഠിക്കേണ്ടത്. റെമഡിയൽ ബയോളജിക്കകത്ത് ക്ലാസിഫിക്കേഷൻ ആൻഡ് സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് 5 കിങ്ഡം ഓഫ് ലൈഫ്, anatomy and physiology of plants, anatomy and physiology of animals with reference to human, ഇതിനെക്കുറിച്ചൊക്കെയാണ് റെമഡിയൽ ബയോളജിക്കകത്ത് പഠിക്കാനുള്ളത്. ഇനി ഈ പറയുന്ന റെമഡിയൽ ബയോളജിയുടെ പ്രാക്ടിക്കൽ കൂടെ ഉണ്ട്. പ്രാക്ടിക്കലിനകത്താണെന്നുണ്ടെങ്കിൽ മൈക്രോസ്കോപ്പി പഠിക്കാനുണ്ട്, സെക്ഷൻ എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് മൗണ്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്, സ്ലൈഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഫ്രൂട്ട്സ്, ടിഷ്യൂ, സ്റ്റെം, റൂട്ട്, അതിൻ്റെയൊക്കെ ഐഡൻറ്റിഫിക്കേഷൻ, ടിഷ്യൂ മൈക്രോസ്കോപ്പിക് സ്റ്റഡി, ബോൺസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിനേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റെമഡിയൽ ബയോളജിക്കകത്ത് വരുന്നത്. റെമഡിയൽ മാത്തമാറ്റിക്സിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പാർഷ്യൽ ഫ്രാക്ഷൻ, ലോഗരിതം, ഫംഗ്ഷൻ, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്, കാൽക്കുലസ്, ഡിഫറൻസിയേഷൻ ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇത്രയും കാര്യങ്ങളാണ് റെമഡിയൽ മാത്തമാറ്റിക്സിനകത്ത്. സെക്കൻഡ് സെമസ്റ്ററിൽ 6 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. അതിനകത്ത് ആദ്യത്തെ 4 യൂണിവേഴ്സിറ്റി എക്സാമാണ്, പിന്നീട് വരുന്ന 2 നോൺ യൂണിവേഴ്സിറ്റി എക്സാമാണ്. ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി 2, ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി 1, ബയോകെമിസ്ട്രി, പാത്തോഫിസിയോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ ഫാർമസി, എൻവയോൺമെൻറ്റൽ സയൻസസ്. പ്രാക്ടിക്കലിനകത്തോട്ടേക്ക് വരുമ്പോൾ 4 പ്രാക്ടിക്കൽസ് ആണുള്ളത്. ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി 2, ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി 1, ബയോകെമിസ്ട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ ഫാർമസി. 4 പ്രാക്ടിക്കൽസ് ആണ് ബിഫാം സെക്കൻഡ് സെമസ്റ്ററിനകത്ത് ഉള്ളത്. ഇനി തേർഡ് സെമസ്റ്ററിലോട്ട് വരുമ്പോൾ ആകെ 4 സബ്ജക്റ്റ് മാത്രമാണ് പഠിക്കാനുള്ളത്. ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി 2, ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ് 1, ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജി, ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ്. ഇവിടെ 4 ലാബുകളും ഉണ്ടായിരിക്കും. ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി 2, ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ് 1, ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജി ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ്. 4 ലാബുകളാണ് തേർഡ് സെമസ്റ്റർ പ്രാക്ടിക്കൽസിനകത്ത് വരുന്നത്. ഇനി ഫോർത്തിലോട്ട് വരുന്ന സമയത്ത് 5 സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി 3, മെഡിസിനൽ കെമിസ്ട്രി 1, ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ് 2, ഫാർമക്കോളജി 1, ഫാർമക്കോഗ്നസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി 1. ഇനി ഈ ഫോർത്ത് സെമസ്റ്ററിൽ ആകെ 4 ലാബുകൾ മാത്രമാണ് ഉള്ളത്. മെഡിസിനൽ കെമിസ്ട്രി 1, ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ് 2, ഫാർമക്കോളജി 1, ഫാർമക്കോഗ്നസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി 1. ഫിഫ്ത്ത് സെമസ്റ്ററിൽ 5 സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. മെഡിസിനൽ കെമിസ്ട്രി 2, ഫോർമുലേറ്റീവ് ഫാർമസി, ഫാർമക്കോളജി 2, ഫാർമക്കോഗ്നസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി 2, ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ്. ഇനി ഫിഫ്ത്ത് സെമസ്റ്ററിൽ 3 ലാബ് മാത്രമാണുള്ളത്. ഫോർമുലേറ്റീവ് ഫാർമസി, ഫാർമക്കോളജി 2, ഫാർമക്കോഗ്നസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി 2. 3 ലാബ് മാത്രമാണ് ഫിഫ്ത്ത് സെമസ്റ്റർ പ്രാക്ടിക്കൽസിനകത്ത് വരുന്നത്. സിക്സ്ത് സെമസ്റ്ററിലാവുമ്പോൾ മെഡിസിനൽ കെമിസ്ട്രി 3, ഫാർമക്കോളജി 3, ഹെർബൽ ഡ്രഗ് ടെക്നോളജി, ബയോഫാർമസ്യൂട്ടിക്സ് ആൻഡ് ഫാർമക്കോകൈനറ്റിക്സ്, ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി, ക്വാളിറ്റി അഷ്വറൻസ്. 6 സബ്ജക്റ്റാണ് ബിഫാം സിക്സ്ത് സെമസ്റ്ററിന് പഠിക്കാനുള്ളത്. ഇനി പ്രാക്ടിക്കൽസിലോട്ട് വരുമ്പോൾ മെഡിസിനൽ കെമിസ്ട്രി 3, ഫാർമക്കോളജി 3, ഹെർബൽ ഡ്രഗ് ടെക്നോളജി. 3 പ്രാക്ടിക്കൽസ് മാത്രമാണ് സിക്സ്ത് സെമസ്റ്ററിലുള്ളത്. സെവൻത്ത് സെമസ്റ്ററിൽ 5 സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ്, ഇൻഡസ്ട്രിയൽ ഫാർമസി, ഫാർമസി പ്രാക്ടീസ്, നോവൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം ആൻഡ് പ്രാക്ടീസ് സ്കൂൾ. അങ്ങനെ 4 തിയറി ക്ലാസ്സസ് ആണ് സെവൻത്ത് സെമസ്റ്ററിൽ വരുന്നത്. സെവൻത്ത് സെമസ്റ്ററിലോട്ട് വരുമ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ മാത്രമാണുള്ളത്, ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ്. എയ്ത്ത് സെമസ്റ്ററിൽ 11 സബ്ജക്ട്സ് പ്ലസ് 1 പ്രൊജക്റ്റ് വർക്ക്. അതാണ് എയ്ത്ത് സെമസ്റ്ററിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ബയോസ്റ്റാറ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജി, സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് ഫാർമസി, ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റിംഗ്, ഫാർമസ്യൂട്ടിക്കൽ റെഗുലേറ്ററി സയൻസ്, ഫാർമക്കോ വിജിലൻസ്,
ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഹെർബ്സ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രഗ് ഡിസൈനിങ്, സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി, കോസ്മെറ്റിക് സയൻസ്, എക്സ്പെരിമെൻ്റൽ ഫാർമക്കോളജി, അഡ്വാൻസ്ഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നിക്. ഇങ്ങനെ 11 തിയറി സബ്ജക്ട്സ് പ്ലസ് ഒരു പ്രൊജക്റ്റ് വർക്ക്. അതാണ് 8th സെമസ്റ്ററിലുള്ളത്. ഇനി ഓരോ സെമസ്റ്ററിൻ്റെയും അവസാനത്തിലുള്ള ഈ എൻഡ് സെമസ്റ്റർ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് 80% അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കോളേജ് ഒരു ഫിക്സ്ഡ് ടൈമിൽ നടത്തുന്ന 2 സെഷണൽ എക്സാം ആ സ്റ്റുഡൻറ്റ് അറ്റൻഡ് ചെയ്യുകയും ആ 2 സെഷണൽ എക്സാമിനും എലിജിബിലിറ്റി മാർക്ക് സ്കോർ ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ സ്റ്റുഡൻസിന് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എഴുതാൻ കഴിയത്തുള്ളൂ. ഓരോ സെമസ്റ്ററിലും 2 സെഷണൽ എക്സാം ആണ് നിങ്ങൾ എഴുതേണ്ടത്. തിയറിക്കും പ്രാക്ടിക്കലിനും 2 സെഷണൽ എക്സാംസ് ഉണ്ടായിരിക്കും. തിയറി 30 മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ആണെങ്കിൽ പ്രാക്ടിക്കൽ സെഷണൽ എക്സാം ആണെങ്കിൽ 40 മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ എക്സാം പാറ്റേൺ വരുന്നത് എന്നുകൂടെ പറഞ്ഞുതരാം. യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് ഉള്ള സബ്ജക്ട്സ്, ആ സബ്ജക്ട്സിൻ്റെ സെഷണൽ എക്സാം കോളേജുകളിൽ നടത്തുന്നത് 30 മാർക്കിനാണ്. 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യനുമായിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. ഇനി നോൺ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസിൻ്റെ സെഷണൽ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 30 മാർക്കിന് തന്നെയാണ് നോൺ യൂണിവേഴ്സിറ്റി സബ്ജക്ട്സിൻ്റെയും സെഷണൽ എക്സാം നടത്തുന്നത്. അതിനകത്ത് പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ആണ് 10 മാർക്കിൻ്റെ ഉണ്ടാവുക. ബാക്കി 4 ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റേതായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ മൊത്തം 30 മാർക്ക്, 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 5 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് നോൺ യൂണിവേഴ്സിറ്റി എക്സാംസിൻ്റെ സെഷണൽ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരുന്നത്. ഇനി പ്രാക്ടിക്കൽസിൻ്റെ ആണെങ്കിലോ, പ്രാക്ടിക്കൽ സെഷണൽ എക്സാം നടത്തുന്നത് 40 മാർക്കിനാണ്. സിനോപ്സിസിന് 10 മാർക്ക്, എക്സ്പെരിമെൻറ്റ്സിന് 25 മാർക്ക്, വൈവാവോസ് 5 മാർക്ക്. അങ്ങനെ മൊത്തം 40 മാർക്കിനാണ് സെഷണൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റേർണൽ അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് ആക്ടിവിറ്റീസ്, അറ്റൻഡൻസ്, സ്റ്റുഡൻറ്റ് ടീച്ചർ ഇൻറ്ററാക്ഷൻ, അതിൻ്റെയൊക്കെ ബേസിസിൽ ടീച്ചേഴ്സിന് ഒരു 10 മാർക്ക് സ്റ്റുഡൻസിന് നൽകാനുണ്ടായിരിക്കും. അതായത് കണ്ടിന്യൂസ് മോഡ് എന്നാണ് അതിനെ പറയുന്നത്. കണ്ടിന്യൂസ് മോഡായി 10 മാർക്ക് ഓരോ സ്റ്റുഡൻറ്റിനും ലഭിക്കുന്നതായിരിക്കും. ഈ 10 മാർക്ക് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് വർക്ക്സിനെ, അവരുടെ അറ്റൻഡൻസിനെ, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ടീച്ചർ ഇൻറ്ററാക്ഷൻ, ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് കണ്ടിന്യൂസ് മോഡിന് 10 മാർക്ക് ഓരോ സ്റ്റുഡൻറ്റിനും ലഭിക്കുന്നത്. പിന്നീട് അതിനകത്ത് വരുന്നത് സെഷണൽ മോഡാണ്. സെഷണൽ മോഡ് എന്ന് പറയുമ്പോൾ ഓരോ സെമിസ്റ്ററിലും നമ്മൾ 2 സെഷണൽ എക്സാമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആ 2 സെഷണൽ എക്സാമിനും ആവറേജ് മാർക്ക് 15ലോട്ട് കൺവേർട്ട് ചെയ്ത് അതാണ് സെഷണൽ മോഡായി എടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് മോഡും സെഷണൽ മോഡും കാണാവുന്നതാണ്. ഈ കണ്ടിന്യൂസ് മോഡും സെഷണൽ മോഡും കൂടെ ആഡ് ചെയ്തതാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് ആ സ്റ്റുഡൻറ്റിന് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സെഷണൽ മോഡിന് ഇവിടെ മാക്സിമം മാർക്ക് 15 ആണ്. കണ്ടിന്യൂസ് മോഡ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സ്റ്റുഡൻറ്റ് ടീച്ചർ ഇൻറ്ററാക്ഷൻ, അക്കാഡമിക് ആക്ടിവിറ്റീസ് ആൻഡ് അറ്റൻഡൻസ്, അതെല്ലാം കൂടി കിട്ടുന്ന മാർക്കാണ് കണ്ടിന്യൂസ് മോഡ്. അപ്പോൾ തിയറിക്ക് കണ്ടിന്യൂസ് മോഡിന് 10 മാർക്കും സെഷണൽ മോഡിന് 15 മാർക്കുമാണുള്ളത്. പ്രാക്ടിക്കലിനാണെങ്കിൽ കണ്ടിന്യൂസ് മോഡിന് 5 മാർക്കും സെഷണൽ മോഡിന്, പ്രാക്ടിക്കലിൻ്റെ സെഷണൽ എക്സാം നമ്മൾ 40 മാർക്കിലാണ് കണ്ടക്ട് ചെയ്തത്. അത് 10ലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് തിയറിക്ക് ഒരു സ്റ്റുഡൻറ്റിന് 25 മാർക്കാണ് ലഭിക്കുന്നത്. പ്രാക്ടിക്കലിന് ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് 15 മാർക്കുമാണ് ഒരു സ്റ്റുഡൻറ്റിന് ലഭിക്കുന്നത്. ഇനി എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി എക്സാംസ് ആണെങ്കിൽ 75 മാർക്കിലാണ് തിയറി കണ്ടക്ട് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ എക്സാം ആണെങ്കിൽ 35 മാർക്കിനായിരിക്കും. ഓക്കെ, ഇനി ഇതിന് ടോട്ടൽ മാർക്ക് വരുന്നത് ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ 25 പ്ലസ് എൻഡ് സെമസ്റ്ററിൻ്റെ 75, അങ്ങനെ തിയറി സബ്ജക്റ്റിന് ടോട്ടൽ 100 മാർക്കായിരിക്കും. പ്രാക്ടിക്കലിൻ്റെ കേസിൽ ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് ലഭിക്കുന്ന 15 മാർക്ക് പ്ലസ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ്റെ 35, അങ്ങനെ ടോട്ടൽ 50ലാണ് പ്രാക്ടിക്കലിൻ്റെ മാർക്ക് വരുന്നത്. അപ്പോൾ ഓരോ തിയറി സബ്ജക്റ്റിലും 100ൽ 50 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ മിനിമം 50 മാർക്കും 50 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിന് മിനിമം 25 മാർക്കും സ്കോർ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റുഡൻറ്റ് പാസ്സായതായി ഡിക്ലെയർ ചെയ്യാവുന്നതാണ്.
സ്റ്റുഡൻസിന് ലഭിക്കുന്ന പെർസെൻറ്റേജ് ഓഫ് മാർക്കിൻ്റെ ബേസിസിൽ നമ്മൾ അവർക്കൊരു ലെറ്റർ ഗ്രേഡ് കൊടുക്കുന്നുണ്ട്. അത് ഓരോ സബ്ജക്റ്റിനും ആ ലെറ്റർ ഗ്രേഡ് കൊടുക്കുന്നുണ്ട്. 90 to 100% മാർക്ക് ചെയ്ത ഒരു സ്റ്റുഡൻറ്റിന് ലഭിക്കുന്ന ലെറ്റർ ഗ്രേഡ് O ആണ്. O മീൻസ് ഔട്ട്സ്റ്റാൻഡിങ്, അതായത് 10 points ആയിരിക്കും O ഗ്രേഡ് ലഭിച്ച സ്റ്റുഡൻറ്റിന് ലഭിക്കുന്നത്. 80 to 89.99% മാർക്ക് വാങ്ങിച്ച സ്റ്റുഡൻറ്റിന് ലെറ്റർ A ആണ് നൽകുന്നത്. 9 മാർക്കാണ് ഗ്രേഡ് പോയിൻറ്റ്. എക്സലൻറ്റ് പെർഫോമൻസ് ആയിരിക്കും. 70 to 79.99% മാർക്ക് വാങ്ങിച്ച സ്റ്റുഡൻറ്റിന് ലഭിക്കുന്ന ലെറ്റർ ഗ്രേഡ് B ആണ്. 8 points ആണ് ആ സ്റ്റുഡൻറ്റിന് ലഭിച്ചിട്ടുള്ളത്. ഗുഡ് പെർഫോമൻസ്. ഇനി 60 to 69.99% ആണെങ്കിൽ ലെറ്റർ ഗ്രേഡ് C 7 points. 50 to 59.99 ആണെങ്കിൽ ലെറ്റർ ഗ്രേഡ് D 6 points. ലെസ് ദാൻ 50 ആണെങ്കിൽ ആ സ്റ്റുഡൻറ്റ് ഫെയിലാണ്, അതിന് ഗ്രേഡ് പോയിൻ്റ് ഒന്നും ലഭിക്കുന്നതല്ല. ഇനി ഏതെങ്കിലും സ്റ്റുഡൻറ്റ് എക്സാം രജിസ്റ്റർ ചെയ്തു പക്ഷേ ആബ്സെൻ്റ് ആയി, അങ്ങനെയാണെങ്കിൽ ലെറ്റർ ഗ്രേഡ് ലഭിക്കുന്നത് ആബ്സെൻറ്റ് AB, പക്ഷേ ഗ്രേഡ് പോയിൻ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. ആ സ്റ്റുഡൻറ്റിനെ നമ്മൾ ഫെയിൽ ആയതാണ് കൺസിഡർ ചെയ്യുന്നത്. ബിഫാം കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ്. അതായത് ബിഫാം 6th സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥി 7th സെമസ്റ്ററിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുൻപായി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇൻഡസ്ട്രിയിലോ ഫാർമസിയിലോ 4 ആഴ്ചകളിലായി 150 അവർ വർക്ക് ചെയ്തതായിട്ടുള്ള ഒരു ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഈ ഫാർമസി സ്റ്റുഡൻസിന് അത്യാവശ്യമാണ്. +2 ശേഷം ഹയർ സ്റ്റഡീസിനായി നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിർബന്ധമായും ആ കോഴ്സിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് തന്നെയാണോ ആ കോഴ്സിനകത്ത് പഠിക്കാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ പഠിക്കുന്ന സമയത്ത് അത് വളരെയധികം ദോഷം ചെയ്യും. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ബിഫാം കോഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ്. ചിലപ്പോൾ പാരൻസിൻ്റെ നിർബന്ധപ്രകാരമോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ബിഫാമാണ് പഠിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇഷ്ടമില്ലാതെ ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വരുന്ന നിരവധി പേരെ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്, ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴായി കാണുന്നുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എനിക്കിഷ്ടമാണ്, ബയോളജി ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ബയോളജി ഇഷ്ടമാണ് കെമിസ്ട്രി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അങ്ങനെ ഒരു മനോഗതിയുള്ളവർ ഒരിക്കലും ഈ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യരുത്. കാരണം ഇവിടെ ഏറ്റവും അധികം പഠിക്കാനുള്ളത് കെമിസ്ട്രിയാണ്, അതുപോലെ തന്നെ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഫാർമക്കോളജി. അപ്പം ബയോളജിയും കെമിസ്ട്രിയും ഇഷ്ടമല്ലാത്ത ഒരാൾ ഒരിക്കലും ബിഫാം എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഈ സബ്ജക്ട്സ് എല്ലാം പഠിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കോഴ്സ് തന്നെയാണ് ബിഫാം. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിഫാമിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ലഭിക്കും. അപ്പോൾ തീർച്ചയായും +2 ശേഷം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോഴ്സ് തന്നെയാണ് ബിഫാം. താങ്ക് യു.